കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നിന്നൊരു BJP അംഗം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിച്ച ഒരു പ്രശ്നമായിരുന്നില്ലേ അത്? KC വേണുഗോപാലായിരുന്നല്ലോ അവിടെ നിന്നുള്ള രാജ്യസഭാംഗം. അദ്ദേഹം രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഈ രാജി BJPക്ക് ഒരു അംഗത്വത്തെ കൊടുക്കുകയാണ് ചെയ്യുക. അതല്ലേ സംഭവിച്ചത്? പോട്ടെ, തോക്കും. പ്രതിപക്ഷമല്ലേ കോൺഗ്രസ് അവിടെ? ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൂടെ? സ്ഥാനാർത്ഥിയെ നിർത്തിയോ? എന്താ അതിന്റെ അർത്ഥം? മലയാള മനോരമയാണ് പറയേണ്ടത്. ഇവിടെ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം, മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണം, മനുഷ്യനായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അതിനുള്ള പ്രവർത്തനമാണ് CPIM നടത്തുന്നത്. CPIM അടക്കമുള്ള LDFും LDF സർക്കാരും നടത്തുന്നത്. ഒരു വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ആ കാര്യം എല്ലാവർക്കും നല്ലതുപോലെ വ്യക്തതയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളെ RSS ബന്ധം ഏതെങ്കിലും തരത്തിൽ ആരോപിച്ച് നാടിന്റെ മുന്നിൽ ഇതാ RSSന്റെ ബന്ധക്കാർ വന്നിരിക്കുന്നു എന്നൊരു ചിത്രം ഉണ്ടാക്കാമെന്ന് ഒരു വ്യാമോഹവും വേണ്ട. ഞങ്ങളത് തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയാണ്. ഈ കാര്യത്തിൽ ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനവുമെല്ലാം സുതാര്യമായിട്ടുള്ളതാണ്. വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയ്ക്കെതിരെ പോരാടിയ ചരിത്രമാണ്. ഞാൻ കുറച്ചധികം സമയമായി പോയി. അധിക സമയം എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ കുറച്ചധികമായി. ഇനി ഇത് കിട്ടുന്നില്ല. ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം ഫലപ്രദമായി നേതൃത്വം കൊടുക്കാനുള്ള ഒരു ഓഫീസാണ് പണി തീർത്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ആ ഓഫീസ് കേന്ദ്രമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് CPIM കോവളം ഏരിയ കമ്മിറ്റിയുടെ സ്നേഹോപഹാരം. CPIMന്റെ കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം CPIM RSS ബന്ധമെന്ന ആരോപണത്തിനാണ് മറുപടി പറയുന്നത്. പക്ഷെ അപ്പോഴും ഈ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടാകുന്നില്ല. ADGP നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ നിലയ്ക്കൊരു മറുപടി പറയുന്നുമില്ല എന്നാണ് മനസ്സിലാകുന്നത്.